പ്രിയമുള്ളവരെ, നമസ്കാരം. രാവിലെ ഒരിക്കൽ നിങ്ങളോട് ഞാൻ സംസാരിച്ചതാണ്. നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തതുമാണ്. എന്നിരുന്നാലും നമ്മുടെ പരിപാടിയുടെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഇന്നത്തെ വിഷയം തന്നെ കോഴിക്കോടായതുകൊണ്ട് അതിന് വിഭിന്നമായി മറ്റെന്തെങ്കിലും പറയാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്കറിയാം, വയനാട് ജില്ല രൂപപ്പെട്ടത് 1980-ലാണ്. 45 വർഷം ആയി നമ്മൾ വയനാട് ജില്ലയ്ക്കുള്ള പ്രായം. ഇന്ന് വയനാട്ടിൽ ജനസംഖ്യ ഏകദേശം 8.5 ലക്ഷമാണ്. 8.5 ലക്ഷം ആളുകൾ വയനാട്ടിൽ താമസിക്കുന്നു. അതുകൊണ്ട് പിന്നാക്ക ജില്ലയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പേര്. അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ജില്ല എന്നുള്ള അർത്ഥത്തിൽ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ജില്ല എന്ന പേര് നമുക്ക് കിട്ടിയെങ്കിലും ഇപ്പോഴും നമുക്ക് പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കറിയാം, നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നാണ് ചികിത്സ. വയനാട്ടിൽ ഇന്നും നല്ലൊരു ചികിത്സാ സംവിധാനങ്ങളില്ല. ഇത് പറയുമ്പോൾ ഇന്നോ ഇന്നലെയുള്ള ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തെ മാത്രമായി കുറ്റപ്പെടുത്തുകയല്ല. ഇതുവരെ ഉണ്ടായിരുന്ന ഇടത് വലത് ഭരണ സംവിധാനങ്ങളുടെ പോരായ്മയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞു, എല്ലാ സ്റ്റേറ്റിലും എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ വേണം. ഒരു വർഷത്തിനുള്ളിൽ അതിൽ നടപ്പിൽ വരുത്തി സുപ്രീം കോടതിയെ അറിയിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ മാനന്തവാടി ഉണ്ടായിരുന്ന ജില്ലാ ആശുപത്രി, ഏതാണ്ട് 4 ഏക്കർ ചുറ്റളവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജില്ലാ ആശുപത്രിക്ക് നമ്മൾ മെഡിക്കൽ കോളേജ് എന്ന പേര്. അതോടുകൂടി സുപ്രീം കോടതിയുടെ മുമ്പിൽ നമ്മൾ എന്തായി? ക്ലിയർ. ഓക്കെ, വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാവും, ഉണ്ട്. എന്നാൽ ചികിത്സ ഉണ്ടാവും? ഇല്ല. ന്യായമായ ചികിത്സ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്നും കോഴിക്കോട് കറങ്ങേണ്ട അവസ്ഥയാണ്. എന്നാൽ അതിനു വേണ്ട യാത്രാ സൗകര്യം ഉണ്ടാവും? അതുമില്ല. നമുക്ക് വയനാട്ടിലേക്ക് 4 റോഡുകളാണ് കാര്യമായിട്ടുള്ളത്. ഒന്ന് താമരശ്ശേരി, ഒന്ന് മുത്തങ്ങ വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്, മറ്റൊന്ന് ബാവലി വഴി മൈസൂർ വഴി പോകുന്നത്, മറ്റൊന്ന് കുറ്റ്യാടി വഴി പോകുന്നത്. ഇങ്ങനെയുള്ള 4 or 5 റോഡുകൾ. ഈ റോഡുകളെല്ലാം തന്നെ ഫോറസ്റ്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാതെ നമുക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരുതരം ജയിലിൻ്റെ അവസ്ഥയാണ്. നമുക്ക് റോഡൽപ്പം വികസിപ്പിക്കണമെങ്കിൽ ഫോറസ്റ്റിന് അനുമതി വേണം. പുതിയ റോഡ് കെട്ടണമെങ്കിൽ ഫോറസ്റ്റിന് അനുമതി വേണം. നിലവിലുള്ള റോഡ് നന്നാക്കണമെങ്കിൽ ആ അനുമതി വേണം. എന്നാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷം വരെ ഒരു കാരണവശാലും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ മാനിഫെസ്റ്റോ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഒരു അമെൻമെന്റിലൂടെ അത്യാവശ്യമെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഉപയോഗപ്പെടുത്താം എന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു നിയമ ഭേദഗതി അമെൻമെന്റ് വരുന്നത്. അതോടുകൂടിയാണ് നമുക്ക് കുറച്ചെങ്കിലും റോഡ് നമുക്ക് വിട്ടു കിട്ടണം, അല്ലെങ്കിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വരുന്നത്. നമുക്ക് ന്യായമായ യാത്രാ സൗകര്യങ്ങൾ തന്നെ റെയിൽവേ ഉണ്ടോ? ഇല്ല. വിമാന സൗകര്യങ്ങൾ ഉണ്ടോ? അതുമില്ല. ഇങ്ങനെ വയനാടുകാർ ഒരു 2ാം കിട പൗരന്മാരായി തീരുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്.
ഇവിടെ മറ്റെന്തെങ്കിലും കാർഷിക മേഖലയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വിഭവങ്ങൾ നമ്മുടെ വയനാട്ടിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കമ്പനികളോ ഫാക്ടറികളോ ഇല്ല, തൊഴിലവസരങ്ങളില്ല. എന്നാൽ കാർഷിക മേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം ഫോറസ്റ്റിൻ്റെ വിസ്തൃതി കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. പല നിയമങ്ങളും, പുതിയ പുതിയ നിയമങ്ങളും നമ്മുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. വന്യജീവി സംരക്ഷണം എന്ന പേരിൽ മൃഗങ്ങൾക്ക് എവിടെയും എങ്ങനെയും പോകാം, എന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമങ്ങളാണ് ഇപ്പോഴും നടപ്പിൽ വന്നത്. മനുഷ്യൻ മൃഗങ്ങളുടെ അത്രയെങ്കിലും പരിഗണന കിട്ടിയിരുന്നെങ്കിൽ ജനവാസ മേഖലകൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ്. കാട് മൃഗങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, നമുക്കതിൽ വിരോധമില്ല. എന്നാൽ ജനവാസ മേഖലയിൽ മൃഗങ്ങൾ ഇറങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും, കാട്ടിലേക്ക് അല്ലെങ്കിൽ കാട്ടിൻ്റെ പരിസരത്തേക്ക് എന്തിനെങ്കിലും ആളുകൾ കയറിയാൽ അതിനെതിരെ ശക്തമായ നടപടിയും കേസും എടുത്ത് മനുഷ്യനെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കോഴിക്കോട് ഓടുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നേരത്തെ, അതായത് ഡാം വരുന്നതിന് മുമ്പേ നമുക്ക് കോഴിക്കോടേക്ക് നടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങളൊക്കെ എസ്റ്റേറ്റുകളായിരുന്നു. ആ എസ്റ്റേറ്റുകൾ വഴി കൂപ്പ് റോഡുകൾ ഉണ്ടായിരുന്നു, അതേപോലെ നടപ്പാതകൾ ഉണ്ടായിരുന്നു. ആളുകൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് കരിയോട്ടേക്കും, കരിയോടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും നടന്ന് പോയിക്കൊണ്ടിരുന്നു, ആദിവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ആളുകളും തന്നെ. പക്ഷെ പിന്നീട് നമുക്കൊരു പദ്ധതി വന്നു, പടിഞ്ഞാത്ര ബാണാസുര സാഗർ പദ്ധതി. പദ്ധതി വന്നതിന് ശേഷം റിസർവർ വരികയും സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതോടുകൂടി കരിയോട് ഭാഗത്തോടെയുള്ള നമ്മുടെ ആളുകളുടെ മൊബിലിറ്റി നിന്ന് പോവുകയും അവിടെ പ്രദേശങ്ങളിലെ കാടുകളിലേക്ക് അല്ലെങ്കിൽ കാട്ടിനെടുക്കുന്ന എസ്റ്റേറ്റുകളിലേക്ക് മെയിൻ്റനൻസിന് പോലും കഴിയാതെ വന്നപ്പോൾ ആ പ്രദേശം വീണ്ടും കാടായി രൂപപ്പെടുകയും അത് ഫോറസ്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ ഫോറസ്റ്റ് അല്ല. നേരത്തെ ഉണ്ടായിരുന്ന എസ്റ്റേറ്റുകൾ ഫോറസ്റ്റ് ഏറ്റെടുത്ത് ഫോറസ്റ്റ് ആക്കി മാറ്റിയതാണ്. ആ പരിസരത്തുകൂടി നമുക്കിപ്പോൾ ഒന്ന് പോകണമെങ്കിൽ ഒന്ന് അതിൽ കയറി നടക്കാൻ പോലും പറ്റില്ല. അതിന് പ്രത്യേക അനുമതിയൊക്കെ ആവശ്യമുണ്ട്. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വരുമാനം കിട്ടുന്ന ടൂറിസം പരിപാടികളോ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്നോ ഒക്കെ ആണെങ്കിലോ അതിന് യാതൊരു പ്രശ്നമില്ല. അപ്പം നമുക്കറിയാം, മുത്തങ്ങ കാട്ടിലൊക്കെ വിദേശികൾ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വാഹനങ്ങളിൽ കയറി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങളിൽ കൊണ്ടുപോയി മൃഗങ്ങളെ ശല്യപ്പെടുത്തി അവിടെ ടൂറിസം നടക്കുന്നുണ്ട്. അവിടെ ഫോറസ്റ്റിനാണ് ആ വരുമാനം വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ മൃഗങ്ങളുടെ ശല്യം പരിഗണിക്കപ്പെടുന്നില്ല. അതിലൂടെ തന്നെ മൃഗങ്ങൾ പുറത്തേക്കിറങ്ങിയാണ്. മൃഗങ്ങളെ വേണ്ട രീതിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെ അതിനുള്ള ഉള്ളിലൂടെ തന്നെ ടൂറിസം വകുപ്പ് ടൂറിസം നടപ്പിൽ വരുത്തി മൃഗങ്ങളെ ശല്യപ്പെടുത്തി മൃഗങ്ങൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതേപോലെ മൃഗങ്ങൾക്ക് സ്വച്ഛമായി ജീവിക്കാനുള്ള അന്തരീക്ഷം കാട്ടിലുണ്ടാവണം. മൃഗങ്ങൾ വളരുന്നതിനെയോ കാട് വളർത്തുന്നതിനെയോ കാടിനെ സംരക്ഷിക്കുന്നതിനെയോ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. നമുക്കറിയാം, കാട് ഭൂമിയിൽ ആവശ്യമാണ്. കാടുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളായി പ്രവർത്തിക്കുന്നു. കാർബൺ വലിച്ചെടുക്കുന്നതിൻ്റെയും ഓക്സിജൻ പുറത്തുവിടുന്നതിൻ്റെയും സയൻസൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിനുള്ള സാഹചര്യം ഗവൺമെൻറ് ഒരുക്കോ ഇല്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ കൊണ്ടേക്ക് തേക്ക്, മാഞ്ചിയം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാജ്യ സെന്ന, ഇങ്ങനെയുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. ഇതിനൊന്നും യാതൊരുവിധ അടിസ്ഥാന പഠനങ്ങളും നടക്കുന്നില്ല. നമ്മളിത്തരം കാടുകളെ അല്ലെങ്കിൽ ഫോറസ്റ്റ് തേക്കൊക്കെ വെച്ച് പിടിപ്പിച്ച് അനുഭവിച്ചിട്ടല്ല പഠിക്കേണ്ടത്. ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ഇതേപോലെ നടപ്പിൽ വരുത്തിയിട്ടുണ്ടാവും. ഇതിൽ നിന്ന് മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവണം. അവിടെ മണ്ടത്തരാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്നുവെച്ചാൽ ഇത് വൻ പദ്ധതികളാണ്. ഈ പദ്ധതിയിൽ കൂടെ കോടിക്കണക്കിന് രൂപയാണ് ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലൂടെ പുറകിലൂടെ കൈമറിഞ്ഞു പോകുന്നത്. ഇവിടെ അവർക്ക് കാടിനോട് സ്നേഹമില്ല, മറ്റൊന്നുമില്ല. എല്ലാ പദ്ധതികളും നടപ്പിൽ വരുത്തും. നമുക്കറിയാം, നമ്മൾ ഈ ബാണാസുര സാഗറിൻ്റെ മുകളിൽ തന്നെ വർഷങ്ങളോളം യൂക്കാലിപ്റ്റസ് തൈകൾ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ പ്രദേശങ്ങൾ കൃത്യമായ പുൽമേടുകളാണ്. ഈ പുൽമേടുകളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങൾ വെച്ച് കോടികൾ തുലച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നാൽ അവിടെ
യൂക്കാലിപ്റ്റസ് പിടിച്ചോ? ഒരെണ്ണം പോലും പിടിച്ചില്ല. ഒരു കണക്കിന് അത് ഭാഗ്യമായി എന്ന് പറയും. കാരണം അങ്ങനെ യൂക്കാലിപ്റ്റസ് അത് പിടിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി ഇതിനേക്കാൾ വളരെ മോശമാകുമായിരുന്നു. ഇവിടെ ഡാം വന്നു, കറണ്ട് ഉത്പാദിപ്പിക്കുന്നു പറഞ്ഞു, അതേപോലെ നമുക്ക് 30% വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, അവിടെ എവിടെങ്ങളിൽ കാലുകളിലൂടെ വരിയായി കോടികൾ മുടക്കിയുള്ള കനാലുകൾ പോകുന്നതാണ്. ഡാം കമ്മീഷൻ ചെയ്തിട്ട് 24-25 വർഷമായി. ഇന്ന് വരെ ഒരു തുള്ളി വെള്ളവും ഒരു കൃഷിക്ക് കിട്ടിയില്ല. അതിന് കിട്ടാൻ പോകുന്നില്ല. അത് എന്തിനു പദ്ധതികൾ? ഒന്ന്, ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്താലേ ഡാമിന് അനുമതി കിട്ടുള്ളൂ എന്നുള്ള ഒരു വശം. മറ്റൊന്ന്,